പറപ്പിച്ച് വിട് പാപ്പ. ഓടുന്ന തന്നെ ഭാഗ്യം. കരകൗശല വസ്തുക്കളും ഉപഹാരങ്ങളും ഒക്കെ സ്വന്തമായി ഡിസൈൻ ചെയ്ത് വിൽക്കുന്ന മെമ്മറി ട്രെയിൻ ക്രിയേറ്റീവ്സ് എന്ന സ്ഥാപനത്തിലാണ്. നമ്മൾ സാധാരണ ഉപഹാരങ്ങൾ അല്ലെങ്കിൽ കരകൗശല വസ്തുക്കൾ എന്നൊക്കെ പറയുമ്പോൾ കേരളത്തനിമുള്ള ഹൗസ് ബോട്ട് അല്ലെങ്കിൽ കഥകളി എന്നൊക്കെയാണ് ആദ്യം മനസ്സിൽ വരിക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തത തന്നെയാണ് ഈ സംരംഭത്തെ വൻ വിജയത്തിലേക്ക് എത്തിച്ചതും. ഈ സംരംഭത്തിൻ്റെ തുടക്കക്കാരായ പോൾ ആൻഡ് മെഗ നമ്മളൊപ്പം ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ കഥകളിലേക്കും ഹൗസ് ബോട്ടിലേക്കും ഒന്നും തിരിയാതിരുന്നത്? ഈ കരകൗശല വസ്തുക്കൾ അല്ലെങ്കിൽ നമ്മൾ കേരളത്തനിമയുള്ള ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുക അതല്ലേ? എന്തുകൊണ്ട് അത് മനസ്സിൽ വന്നില്ല? ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾ പുറത്ത് ട്രാവൽ ചെയ്താലും വേറെ സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ സുവനിയേഴ്സും വേറെ വേറെ രീതിയിലുള്ള സാധനങ്ങൾ കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ 2, 3, 4 പ്രോഡക്റ്റേ ഉള്ളൂ. അതായിരുന്നു ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് തന്നെ. അപ്പോൾ കഥകളിയും ഹൗസ് ബോട്ടും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെയാണ് കേരള ഡിപ്പിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഒരു 15 ഇയേഴ്സായിട്ട് ഞാൻ ഈ ഫീൽഡിലാണ്, ഡിസൈൻ ഫീൽഡിലാണ്. പല ജാതി ഡിസൈൻ സ്പേസസിലായിരുന്നു. ലാസ്റ്റിൽ ഒരു 2017-19 ആ ഒരു ടൈമിൽ ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു. ഞാനൊരു ഡിസൈൻ കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ ഞങ്ങൾ കോർപ്പറേറ്റ് സ്പേസസിനുള്ള ആർട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ 3D സൈഡിലായിരുന്നു കൂടുതൽ. 3D സ്കൾപ്ചേഴ്സും ഇൻട്രാക്റ്റീവ് ഡിസൈൻസൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യയുടെ കൾച്ചർ നമ്മൾ കണ്ടംപററി ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മോഡേൺ ആയിട്ട് കൊണ്ടുവരാനുള്ള ഒരു പ്ലാനായിരുന്നു. അപ്പോൾ അത് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനത്തെ സുവനിയേഴ്സ് കൊണ്ടുവരിക, പക്ഷേ മോഡേൺ ആയിട്ട് പുതിയ യങ്സ്റ്റേഴ്സിൻ്റെ വീടുകളിൽ ഫിറ്റ് ആവാൻ പറ്റുന്ന ഒരു മിനിമലിസ്റ്റ് ഹൗസിലൊക്കെ ഒത്തുചേരാൻ പറ്റുന്ന സാധനങ്ങളായിരുന്നു ഞങ്ങളുടെ ഒരു ഉദ്ദേശം. എല്ലാ പീസിനും ഞങ്ങളൊരു സ്റ്റോറി ഇതിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രൊഡക്റ്റിൽ തന്നെ ഒരു സ്റ്റോറി കാർഡ് കാണും, ഇലസ്ട്രേഷൻസ് കാണും, ഒരു ഓത്തൻറ്റിസിറ്റി കാർഡും ഉണ്ടാവും. അപ്പോൾ എല്ലാ പീസിൻ്റെ പുറകിലും കുറേ തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പീസ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇത് ഞങ്ങളുടെ കഴിഞ്ഞ ഓണത്തിന് ലോഞ്ച് ചെയ്ത പീസായിരുന്നു. ഇത് മാവേലിയും വാമനനും ഒരു ബൈക്കിൽ പോണ ഒരു സീനാണ്. ഷോലെ മൂവിയുടെ പോലെ ഒരു സ്റ്റൈലിലാണ്. അപ്പോൾ സെലിബ്രേഷൻ അല്ലെങ്കിൽ ഓണം ഒരു ഫെസ്റ്റിവലാണല്ലോ. സെലിബ്രേഷൻ്റെ ഒരു ഭാഗമാണ് ഫൊർഗിവ്നെസ്സും ബാക്കി പ്രോബ്ലംസ് മാറ്റി വെച്ച് നമ്മൾ കൂടാൻ ഒരു അവസരമാണ്. അങ്ങനെ ഇത്രയും വലിയ ശത്രുക്കൾ ഒരുമിച്ചാവണം, ഒരുമിച്ച് പോകണം. അതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഈ ഒരു പ്രോഡക്റ്റ് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലാണ്. ഞങ്ങളുടെ ടീം കുറേ ട്രാൻസ്പോർട്ടിനെ കുറിച്ചൊക്കെ ഈ ട്രാവലിനെ കുറിച്ചാണ് ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റ് റേഞ്ചും വരുന്നത്. കേരളയിൽ ട്രാവൽ ചെയ്യുക, കേരളയുടെ ഭംഗികൾ കാണുക. ആ ഒരു ടൈമിൽ ഒരു 1 year ബാക്ക് ഞങ്ങൾ ഈ സ്റ്റോറി വിജയൻ അങ്കിളും മോനാൻറ്റിയുടെ സ്റ്റോറിയും കേട്ടിട്ട് ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യണം, ഇവരെക്കുറിച്ച് ഒരു സ്റ്റോറി ഉണ്ടാക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾ മുമ്പ് ഞങ്ങൾ ഈ ഐഡിയ എടുത്തു. February 14th ഒരു വാലന്റൈൻസ് ഡേ ആയിട്ട് ലോഞ്ച് ചെയ്തൊരു പീസാണ് ഇത്. അവരുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് അവർക്കൊരു കോൺട്രിബ്യൂഷനും കൊടുക്കുന്നുണ്ട്. എല്ലാ പീസ് വിൽക്കുമ്പോൾ ഒരു ഭാഗം അവർക്ക് പോകുന്നുണ്ട്. ഈ ഒരു പീസ് ആക്ച്വലി നമ്മൾ ഈ മദേഴ്സ് ഡേന് ലോഞ്ച് ചെയ്തതാണ്. ദിസ് ഇസ് ടു ഓണർ ഓൾ ദ മദേഴ്സ്, സ്പെഷ്യൽ മദേഴ്സ്. അപ്പോൾ ഇത് ആക്ച്വലി ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന് നമ്മൾക്ക് കൈ കസ്റ്റമൈസ് ചെയ്യാം. സോ ഇപ്പം വീവ് ഡൺ അറൌണ്ട് 12 ഹാൻഡ്സ്. ഈച്ച് ഹാൻഡ് ഒരു സിമ്പിൾ ഓഫ് ഡെഡിക്കേഷൻ, സിമ്പിൾ ഓഫ് ഫൈനാൻഷ്യൽ വിസ്ഡം, അങ്ങനെ. അപ്പം എനിബഡി ക്യാൻ കം ഓൺ ടു അവർ വെബ്സൈറ്റ് ആൻഡ് ചൂസ് ദ ഹാൻഡ്സ് അവരുടെ മദറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ട്. സോ ഞങ്ങളിവിടെ മോൾഡ് ചെയ്യാറുണ്ട്. അപ്പോൾ 3D മോഡൽ ചെയ്തിട്ട് ഇത് ഒരു പീസായിട്ട് മോൾഡ് ഉണ്ടാക്കും. സിലിക്കൺ മോൾഡാണിത്. ഇത് റെസിൻ പീസാണ്, റെസിൻ എന്ന് വരുന്ന പീസാണ്. ആ മോൾഡിൽ നിന്ന് കാസ്റ്റ് ചെയ്ത് എടുക്കുന്ന പീസാണിത്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ പുറത്തുനിന്നുള്ള പ്രൊഡക്ട്സ്, ഓൾ ഇന്ത്യ, ഇപ്പോൾ തമിഴ്നാട്, ഗോവ, ഹംപി, അങ്ങനത്തെ കുറേ ഹിസ്റ്ററി ഉള്ള കുറേ
സ്റ്റോറീസ് ഉള്ള സ്ഥലങ്ങളിൽ കുറച്ച് പീസസ് ഉണ്ടാക്കാനാണ് ഉദ്ദേശം. കേരളത്തിന് പുറത്ത് പഠിച്ച പോളിനും മേഘയ്ക്കും നാട് എന്നൊരു നൊസ്റ്റാൾജി ആയിരുന്നു. ആ നൊസ്റ്റാൾജിക് ഫീൽ എല്ലാവരിലേക്കും എത്തിക്കണം എന്നുള്ള ഇവരുടെ ഈ ആഗ്രഹമാണ് മെമ്മറി ട്രെയിൻ എന്ന ഈ സംരംഭത്തെ വൻ വിജയത്തിലേക്ക് എത്തിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് ഫെബിൻ ദേവിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.